എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 50 ശ്ലോകം 39, 40, 41, 42, 43, 44, 45, 46 8 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. ആ ജരാസന്ധനെ യുദ്ധത്തിൽ തോൽപ്പിച്ചത് കണ്ടിട്ട് ജനങ്ങള് മുഴുവനും സന്തോഷത്തിൽ ആറാടി. ദേവന്മാരും സിദ്ധന്മാരും ഗന്ധർവന്മാരും ഒക്കെ പുഷ്പവൃഷ്ടി ചെയ്യണു, വാദ്യമേളങ്ങൾ മുഴക്കണു. മധുരാപട്ടണ നിവാസികളും അതെ, ഭഗവാൻ അതാ ജയശബ്ദം ജയഭേരി മുഴക്കിക്കൊണ്ടിങ്ങനെ മധുരയിലേക്ക് വരണമെന്നാണ് കേട്ടില്ലേ. അവരെല്ലാവരും ഭേരികള്, തൂര്യങ്ങള്, വീണകള്, വേണു, മൃദംഗങ്ങള്, ഇങ്ങനെ എല്ലാ സകല വാദ്യ മേളങ്ങളോടും കൂടിയിട്ട് ഭഗവാനെ ആനയിക്കുകയാണ് മധുരാപുരിയിലേക്ക്. ആ വഴികളൊക്കെ സുഗന്ധപൂരിതാക്കണു, പൊടി പറക്കാതിരിക്കാൻ വെള്ളമൊക്കെ തളിച്ച് പുഷ്പങ്ങളൊക്കെ നിരത്തി വെച്ച് അങ്ങനെ അതിമനോഹരമായിട്ടാണ് ഭഗവാനെ അവര് സന്തോഷത്തോടു കൂടി മധുരയിലേക്ക് ആനയിക്കുന്നത്. ഗംഭീരവർണ്ണനയാണ്. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരക വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 39. സിക്തമാർഗാം ഹൃഷ്ടജനാം പതാകാഭിരലങ്കൃതാം നിർഘുഷ്ടാം ബ്രഹ്മഘോഷേണ കൗതുകാബദ്ധതോരണാം. സഞ്ചരിക്കുമ്പോ പൊടി പറക്കാതിരിക്കാൻ വേണ്ടിയിട്ട് വഴികളെല്ലാം വെള്ളം തളിച്ച് അങ്ങനെ നനച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ജനങ്ങളെല്ലാവരും വളരെ സന്തുഷ്ടരായിരുന്നു. കൊടിക്കൂറകള് ഉയർത്തി കെട്ടിയിട്ടുണ്ട്. ബ്രാഹ്മണരും ഇങ്ങനെ വേദങ്ങള് ചൊല്ലിക്കൊണ്ടിരുന്നു ഉറക്കെ. അപ്പൊ എവിടെ നിന്നാലും ആ മൈക്കിൽ കൂടെ കേൾക്കണ മാതിരി വേദശബ്ദങ്ങൾ ഇങ്ങനെ മുഴങ്ങുക. ഉത്സവത്തെ സൂചിപ്പിക്കാനായിട്ട് എല്ലാ ഭാഗത്തും തോരണങ്ങൾ കെട്ടി അലങ്കരിച്ചിരുന്നു. ഒരു ഉത്സവം നടക്കുകയാണ്. ഭഗവാനെ എങ്ങനെ എതിരേൽക്കണു ജനങ്ങള് സന്തോഷത്തോടെ. അവരെല്ലാവരും നല്ല നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ച് കീർത്തനങ്ങളൊക്കെ അങ്ങനെ ഉറക്കെ പാടി. വിചീയമാനോ നാരീഭിർ മാല്യദധ്യക്ഷതാങ്കുരൈഃ ക്ഷ്യമാണ സസ്നേഹം പ്രീത്യുൽകലിതലോചനൈ. ആ പട്ടണത്തിലെ സ്ത്രീകള് പുഷ്പങ്ങള്, അക്ഷതങ്ങള്, മലരുകള് മുതലായവ ഭഗവാന്റെ ശിരസിലേക്ക് ഇങ്ങനെ വിതറുക. അവരുടെ സ്നേഹം കൊണ്ട് ഇങ്ങനെ കണ്ണുകളൊക്കെ ഇങ്ങനെ വികസിച്ചിട്ടുണ്ടെന്നാ പറയണം. അങ്ങനെയുള്ള ആ കണ്ണുകളോട് കൂടിയിട്ട് ഭഗവാനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കണം സ്ത്രീകള്. അങ്ങനെ അവരുടെ ആ കടാക്ഷം ഏറ്റുകൊണ്ട് അത് കണ്ടുകൊണ്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ മധുരാപട്ടണത്തിലേക്ക് പ്രവേശിച്ചു. ആയോധനഗതം വിത്തം അനന്തം വീരഭൂഷണം യദുരാജായ തൽസർവം ആഹൃതം പ്രാദിശൽ പ്രഭു. യുദ്ധത്തിൽ ജയിച്ചു വരുമ്പോ അസംഖ്യം ധനം ഉണ്ടാവും. അപ്പൊ ആ ഭടന്മാരൊക്കെ അണിഞ്ഞിരിക്കണ ആഭരണം ഉണ്ടല്ലോ, അവരുടെയൊക്കെ വിലപിടിച്ച വസ്തുക്കളൊക്കെ അവരുടെ നിന്നൊക്കെ എടുത്തു കൊണ്ടുവരും. അങ്ങനെയാണ് തോറ്റ് വീണ് മരിച്ചു കിടക്കണവരുടെയും തോറ്റവരുടെയൊക്കെ. ഭഗവാൻ അതൊക്കെ രാജാവിന് ആരാ യദുരാജാവ് ഉഗ്രസേന മഹാരാജ അല്ലേ, അദ്ദേഹത്തിന് കാഴ്ചയായിട്ട് അങ്ങോട്ട് നൽകി. ഏവം സപ്തദശകൃത്വസ്താവത്യക്ഷൗഹിണീ ബല യുയുധേ മാഗധോ രാജാ യദുഭി കൃഷ്ണപാലിതൈ. ഇങ്ങനെ 17 പ്രാവശ്യം 21 അക്ഷൗഹിണി വീതം പടകൾ ശേഖരിച്ചുകൊണ്ട് മഗധ രാജാവായ ജരാസന്ധൻ ഭഗവാനോട് യുദ്ധത്തിന് വന്നു. യാദവന്മാരോട് 17 പ്രാവശ്യം. അക്ഷീണ്ണം തദ്ബലം സർവം കൃഷ്ണയ കൃഷ്ണ തേജസാ ഹതേഷു സ്വേഷു അനീകേഷു ത്യക്തോ യാദരിഭിർനൃപ. ഈ 17 പ്രാവശ്യവും വൃഷ്ണികള് ശ്രീകൃഷ്ണ പ്രഭാവ നിമിത്തം ജരാസന്ധന്റെ ആ പടകളെ ഒന്നുപോലും ബാക്കി വയ്ക്കാതെ നശിപ്പിച്ചു. യാദവന്മാര് ഭഗവാന്റെ സഹായം കൊണ്ട് അല്ലാണ്ട് പറ്റുമല്ലേ, അവരെ ജരാസന്ധനെ തോൽപ്പിച്ചു, ഊട്ടിപ്പിച്ചു.
ഓടിച്ചു. അപ്പോഴൊക്കെ ബലരാമനും കൃഷ്ണനും ജരാസന്ധനെ കൊല്ലാതെ വിട്ടയക്കുകയും ചെയ്തു. ജരാസന്ധനെ മാത്രം കൊന്നില്ല, ബാക്കിയുള്ളവരെയൊക്കെ നശിപ്പിച്ചു. ചിലര് കണ്ടിട്ട് ഓടിപ്പോവും. അങ്ങനെ യുദ്ധത്തില് യാദവന്മാര് തന്നെ ജയിച്ചു 17 പ്രാവശ്യം. പിന്നെ 18ാമതും ജരാസന്ധ യുദ്ധത്തിന് വരികയാണ്. അഷ്ടാദശമസംഗ്രാമ ആഗാമിനി തദന്തര നാരദ പ്രേഷിതോ വീരോ യവന പ്രത്യദൃശ്യത. 18ാമത്തെ തവണയും ജരാസന്ധൻ യുദ്ധത്തിന് ഒരുങ്ങി വരാൻ ഭാവിക്കുന്നതിന് മുമ്പ് ശ്രീനാരദ മഹർഷി കാലയവനൻ എന്ന ഒരു വീരനോട് നീ ഇപ്പോ മധുരാപട്ടണത്തിലേക്ക് പോകണം എന്ന് പറഞ്ഞു. അതിന് അനുസരിച്ച് കാലയവനൻ മധുരയിലേക്ക് വരികയാണ്. അപ്പൊ ജനങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു. അത് ആ നാട്ടിലുള്ള ആളല്ല എന്ന് കണ്ടാ തോന്നും, യവനനല്ലേ. അങ്ങനെയുള്ള ഒരാളെ പട്ടണവാസികള് കണ്ടു. രുരോധ മധുരാമേത്യ തിസൃഭിർമ്ലേച്ഛകോടിഭി ത്രിലോകേ ചാപ്രതിദ്വന്ദ്വോ കൃഷ്ണീൻ ശ്രുത്വാത്മസംഹിതാൻ. ആലയവനെയും അവന്റെ സൈന്യങ്ങളെയും ഈ കൂട്ടത്തില് നശിപ്പിക്കണം എന്ന് നാരദ മഹർഷി നിശ്ചയിച്ചു. അതുകൊണ്ടാണ് കാലയവന്റെ അടുത്ത് എന്നിട്ട് പറയാണ്, എനിക്ക് സമാന ബലമുള്ളവൻ ലോകത്തിൽ ആരെങ്കിലും ഉണ്ടോ ചോദിക്കുകയാണ്. എന്നെ പോലെ ഇത്രയും ബലവാനായിട്ട് ആരാ ഉള്ളത് ലോകത്തില് എന്ന് നാരദ മഹർഷിയോട് ചോദിക്കുകയാണ് യവന്. അപ്പൊ പറയണു, ഹേ വീരാഗ്രഗണ്യനായ യവന, നിനക്ക് തുല്യം വേറെ ആരും ഇല്ല എന്നല്ലേ നീ വിചാരിക്കണത്? അങ്ങനെ ഇല്ലാന്നൊന്നും നീ വിചാരിക്കണ്ട കേട്ടോ. ജരാസന്ധനെയും അവന്റെ 23 അക്ഷൗഹിണി വീതപ്രകാരം 17 പ്രാവശ്യമുള്ള 391 അക്ഷൗഹിണി പടകളെയും സംഹരിച്ച് ജരാസന്ധൻ നിസ്സാരൻ എന്ന് കരുതി വിട്ടയച്ചിരിക്കുന്ന ആ വൃഷ്ണികള് നിനക്ക് സദൃശന്മാരല്ലേ? എത്ര പ്രാവശ്യ? 23 അക്ഷൗഹിണി പ്രകാരം ആ ജരാസന്ധ യുദ്ധത്തിന് വന്നിട്ടും 17 പ്രാവശ്യം, അതായത് 391 അക്ഷൗഹിണി പടകളെയാണ് വൃഷ്ണികള് യാദവന്മാര് നശിപ്പിച്ചത്. അവര് ജയിച്ചാൽ നീ ലൗകിക വീരനാണെന്ന് ഞാൻ സമ്മതിക്കാം. ഇത് പറഞ്ഞു കേട്ടപ്പോ കാലയവനൻ, അതിനു വേണ്ടിയിട്ടല്ലേ നാരദ മഹർഷി പറഞ്ഞേക്കണത്. അപ്പൊ കേട്ടപ്പോ വേഗം കാലയവനൻ തന്റെ 3 കോടി മ്ലേച്ഛ സൈന്യങ്ങളോട് കൂടിയിട്ട് മധുരാപട്ടണത്തിലേക്ക് അങ്ങോട്ട് വന്നു. അതേപോലെ 4 ഭാഗത്തും അങ്ങോട്ട് വളഞ്ഞ് ജനങ്ങളുടെ വഴി തടഞ്ഞ് അവിടെ യുദ്ധത്തിന് തയ്യാറായിട്ട് നിൽക്കുകയാണ് കാലയവന്. തം ദൃഷ്ട്വാ അചിന്തയൽ കൃഷ്ണ സംഘർഷണ സഹായവാൻ അഹോ യദൂനാം വൃജിനം പ്രാപ്തം ഹ്യുഭയതോ മഹത്. യവനൻ സൈന്യസമേതം യുദ്ധത്തിന് വന്നത് ഭഗവാൻ കണ്ടു. ജരാസന്ധനെ ഇപ്പോ മുമ്പത്തെ പോലെ സൈന്യം ശേഖരിച്ചു വരും. അതുകൊണ്ട് യദുക്കൾക്ക് 2 ഭാഗത്തു നിന്നും വലിയ സങ്കടം നേരിട്ടു. ഒരു സ്ഥലത്ത് കാലയവനൻ, മറ്റേ ഭാഗത്ത് ജരാസന്ധൻ. വിഷമായി ഭഗവാന്. എന്താ ഇനി ചെയ്യേണ്ടത് ഏട്ടാ? രണ്ടുപേരും കൂടി ഇരുന്ന് ആലോചിക്കുകയാണ്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.